എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ രാവിലെ തന്നെ ഞങ്ങളതേ കുർബാനയ്ക്കായിട്ട് പോകണം. അപ്പോൾ നേരം വൈകിക്കൊണ്ടിരിക്കുന്നു. 8 മണിക്ക് കുർബാന, 7:45 കഴിഞ്ഞു. സമയം ഇന്ന് നല്ല ലേറ്റായി. അപ്പൊ ഇറങ്ങണം. ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ കുറെ പേര് പോയി. ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടോന്ന് അറിയില്ല പോകാൻ. അപ്പൊ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ. രാവിലെ തന്നെ ആവശ്യം സൂര്യനുണ്ട്, ചൂട് തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു കാറ്റുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങളുടെ മാവ് പൂത്തതെല്ലാം എന്തെങ്കിലും കേടാണോ എന്താ പ്രശ്നമെന്ന് അറിയില്ല. പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി. 2 മാവുമേയും ഒരു പൂ പോലും ഇല്ല, കംപ്ലീറ്റ്ലി കൊഴിഞ്ഞു പോയി. ഇവിടെ എല്ലാവിടെയും ഇത് കേട്ടോ, ഞങ്ങളുടെ കോമ്പൗണ്ടിൽ മാത്രമല്ല, ഇവിടെ എല്ലാവിടെയും മീൻസ് ഞങ്ങളുടെ ഈ അടുത്ത ഏരിയയിലൊക്കെ അങ്ങനെയാണ്. അതേ 2 പേരും വണ്ടി കയറിയിരുന്നു. പള്ളിയുടെ അടുത്ത് എത്തിയിട്ടോ. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. നിങ്ങളുടെ അടുത്ത് ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ പോയി വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ ഞങ്ങളിതേ പള്ളി എത്തി. അപ്പം അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഇന്ന് കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഓരോ കുഞ്ഞു സമ്മാനമൊക്കെ കിട്ടിയിട്ടോ. ഞാൻ ബൈബിൾ എഴുതിയായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളുടെ പാരിഷിൽ നിന്ന് ഞങ്ങളുടെ പാരിഷ് പ്രീസ്റ്റ് സമ്മാനം തന്നിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ എഴുതിയത് 2 പേരായിരുന്നു, ഞാനും പിന്നെ വേറൊരു ടീച്ചറും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ സമ്മാനം കിട്ടി. പിന്നെ കുറച്ച് പേർക്ക് ബൈബിൾ ക്വിസിനുള്ള സമ്മാനമൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ സമ്മാനമൊക്കെ കിട്ടി. നമ്മൾ വീട്ടിലേക്ക് പോകണം. എന്താ സമ്മാനം എന്ന് അറിയില്ല. വീട്ടിൽ ചെന്നിട്ട് തുറന്ന് കാണിച്ചത് ഇതാണ്. കുഞ്ഞു സമ്മാനം കാണുമ്പോൾ എന്താന്ന് തുറന്ന് കാണിച്ചു തരാട്ടെ. വീട്ടിൽ ചെന്നിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കണം. മാവൊക്കെ റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല അരച്ച് വെച്ചായിരുന്നു. അപ്പം ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോരാൻ നേരത്ത് നോക്കിയപ്പോൾ ഒരുവിധം നല്ലപോലെ ഫെർമെൻ്റായി ഇരിപ്പുണ്ട്. ഈ പൊന്തി പോകാവോ അറിയില്ല. എന്തായാലും എന്തെങ്കിലും നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് ബൈബിൾ റൈറ്റിങ്ങിന് കിട്ടിയ, ഞങ്ങളുടെ പാരിഷിൽ നിന്ന് കിട്ടിയ സമ്മാനം. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. കാര്യമായിട്ട് വെച്ചിട്ടുണ്ട് അച്ഛൻ. അടിപൊളി. ഫിലിപ്സിൻ്റെ വയർലെസ് ഹെഡ്ഫോൺ. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ അച്ഛന് താങ്ക് യു. തുറക്കാം. ഭയങ്കര ടൈറ്റ് പാക്കിങ്. ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ, ഫിലിപ്സിൻ്റെ കേട്ടോ. സൂപ്പർ. ഇതാണ് ഐറ്റം. അപ്പോൾ താങ്ക് യു അച്ഛാ. ഇനിയിപ്പോൾ ഇത് ചെവിയിൽ കുത്തി കയറ്റിയിരുന്ന് നമുക്ക് പാട്ട് കേൾക്കേ, യൂട്യൂബ് വീഡിയോസ് കേൾക്കേ ഒക്കെ എന്തായാലും ഇത് യൂസ് ചെയ്യാം ഇനിയോട്ട് മൊബൈലിനൊക്കെ. ഇതാണ് ഇതിൻ്റെ കേബിള്. പിന്നെ ഇത് എക്സ്ട്രാ നമുക്ക് വെക്കാനുള്ളത് എക്സ്ട്രയും കൂടെ തന്നിട്ടുണ്ട്. ഒരു 2 പീസ് ഇതിനകത്ത് എക്സ്ട്രാ ഉണ്ട്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇത്ര ഇതിനകത്ത് ഇൻക്ലൂഡാണ്. പിന്നെ ഞാൻ കിച്ചണിലേക്ക് കിടക്കട്ടെ. അപ്പോൾ അങ്ങനെ ഈ വർഷം ഞാൻ ബൈബിൾ എഴുതണില്ല കേട്ടോ. ഈ വർഷം എനിക്ക് ഭയങ്കര കൈവേദനയാണ്, കൈയുടെ മുട്ടിന് വേദന. അപ്പോൾ നാട്ടിൽ ചെന്നിട്ട് വേണം ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് ഉത്തർപ്രദേശിൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ബാക്കാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിലൊന്നും അത്ര വലിയ നല്ല ഡോക്ടർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നാട്ടിൽ ചെന്നിട്ട് വേണം നല്ലൊരു ഡോക്ടറെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാനുള്ള വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു നാട്ടിലേക്ക് പോകാനുള്ളത്. അപ്പോൾ നാട്ടിലേക്ക് പോകേണ്ട ദിവസങ്ങളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 15-ാം തീയതി വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. 15-ാം തീയതി ക്ലാസ് ഉണ്ട്. അന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് സ്കൂൾ അടയ്ക്കും. അപ്പോൾ 16-ന് രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകുന്നത് ഫ്ലൈറ്റിനാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ട്രെയിനിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ 16-ന് ട്രെയിൻ ഇല്ല. അപ്പോൾ 17-ന് ബുക്ക് ചെയ്യേണ്ടി വന്നു. 17-ന് ബുക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ 19-ന് എത്തുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഞങ്ങൾ ട്രെയിൻ തന്നെ പോയി വരണമെങ്കിൽ 6 ദിവസം നമ്മുടെ വേസ്റ്റായി പോകും ശരിക്കും പറഞ്ഞു.
അപ്പോൾ അതെന്നെ കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണത് എന്തായാലും ഇപ്പോൾ ഫ്ലൈറ്റിനാക്കി. ടിക്കറ്റ് എടുത്തതായിരുന്നു, അതിപ്പോൾ ക്യാൻസലാക്കി. ഞങ്ങളിനി ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഫ്ലൈറ്റിന് നമുക്ക് 16-ന് രാവിലെ അയോധ്യയിൽ നിന്നാണ്, അയോധ്യ ടു കൊച്ചി. അപ്പോൾ വൈകുന്നേരം ഞങ്ങളൊരു 4 മണിയോടുകൂടി കൊച്ചിയിലെത്തും. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പോകാനുള്ളത്. റിട്ടേൺ ഞങ്ങൾ എടുത്തിട്ടില്ല, ഇപ്പം തീരുമാനിച്ചിട്ടില്ല എങ്ങനെ വരണ്ടേ, എന്നാ വരേണ്ട ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതാണ് കൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ജൂൺ 27 തൊട്ട് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇവിടെ എത്തണം. അപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയൊക്കെ ആലോചിച്ചിട്ട് വേണം. അപ്പോൾ റിട്ടേൺ തീരുമാനിച്ചില്ല. അപ്പോൾ ഇനി നാട്ടിലേക്ക് പോകാനുള്ള ദിവസങ്ങളൊക്കെ എണ്ണാൻ തുടങ്ങി. അപ്പോൾ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പോകുന്നതിന് മുൻപ് വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ പയ്യെ ഓരോ ചെറിയ തയ്യാറെടുപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇനി ആദ്യം കിച്ചണിലേക്ക് കിടക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നമ്മുടെ ഇഡ്ഡലി മാവ്, ദോശ മാവ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. നല്ലപോലെ ഫെർമെൻ്റായി. ഞാനോടത്ത് പൊന്തി പുറത്ത് പോകാമോ, എന്തായാലും പോയിട്ടില്ലേ, കുഴപ്പമില്ല, ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചങ്ങനെ. അപ്പോൾ നമ്മുടെ തവയൊക്കെ ഇവിടെ സെറ്റ് ഞാൻ വാഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അഞ്ജുവിന് വൈറ്റ് സോസ് പാസ്ത മതി എന്നും പറഞ്ഞ് ഞാൻ അതുണ്ടാക്കി കൊടുത്തേക്കാം. അഞ്ജു അതിൽ നിന്ന് കഴിക്കുന്നുണ്ട് അവിടെ. അഞ്ജു വൈറ്റ് സോസ് പാസ്ത കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറിയൊരു വിശപ്പൊക്കെ മാറി അല്ലേ. ഞങ്ങൾ ദോശ ഉണ്ടാക്കാൻ പോയി. നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ദോശയുടെ മുകളിൽ ശകലം ചേർക്കാനായിട്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണം, ചെറിയൊരു ഷോപ്പിങ്ങിന്. ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയും കണ്ടൊക്കെ വേണം ഷോപ്പിംഗ് ചെയ്യാൻ. ഒത്തിരി സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങിക്കേണ്ടതില്ല, കാരണം കുറച്ച് ദിവസമുള്ളൂ നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഉപയോഗിക്കുക. പിന്നെ നമുക്കൊരു മാസത്തോളം ഉണ്ട് നാട്ടിൽ. അപ്പോൾ പോകുന്നതിന് മുൻപ് ഇവിടെയുള്ളതൊക്കെ ഉപയോഗിച്ച് തീർക്കുക. പഴയ ഇങ്ങനെ ഇവിടെ ബാക്കി വെച്ചിട്ട് പോകേണ്ട സ്ഥിതി വരരുത്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അത് കണ്ട് നമ്മൾ നോക്കി കണ്ട് ചെയ്യണമെങ്കിൽ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഇങ്ങനെ പഴകിയ പോലെ ഇരിക്കില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വരുമ്പോൾ വീണ്ടും ആ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് യൂസ് ചെയ്യേണ്ടി വരും. അല്ല, കുറച്ചൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് എന്തായാലും എല്ലാം അപ്പോൾ തീർത്ത് വെച്ചാണ് പോകാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ടത്. പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഓരോ ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ഷോപ്പിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടില്ല. ആകെ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേയിൽ വേണം ഇത്തിരിച്ചൊക്കെ ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ തവ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. മാവ് ഒഴിക്കട്ടെ. നല്ലപോലെ തന്നെ പൊളിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ജുനിപ്പോൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അഞ്ജുന് ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയായിരുന്നു, അപ്പോൾ അത് കൊടുത്തു. ഞങ്ങൾക്കത് വേണ്ട. ഞാനും ചേട്ടനും ദോശ കഴിക്കാൻ പോകും. ഇവിടെ സാമ്പാർ കറി ഇരിപ്പുണ്ട്. ഞാനിത് രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് രാത്രി ഉണ്ടാക്കിയ സാമ്പാർ കറി ഇപ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ചേട്ടനും ഇത് ധാരാളം മതി. ഇതിവിടെ നിന്നൊന്ന് തിളയ്ക്കട്ടെ. ഇതിൻ്റെ മുകളിൽ ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ദോശ റെഡി. ഞാനിങ്ങനെ ബാക്കി ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മാവ് നല്ലപോലെ വീർത്ത് വന്നതുകൊണ്ട് തന്നെ, നല്ലപോലെ തന്നെ ഫെർമെൻറ്റേഷൻ നടന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ദോശയായിട്ട് കിട്ടുന്നു. ഞാൻ തേങ്ങ വറുത്തരച്ചുണ്ടാക്കിയ സാമ്പാറാട്ടോ അത്. തേങ്ങ വറുത്തരച്ച് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ടീച്ചറുടെ വീട്ടിൽ നിന്ന് കുറേ മുരിങ്ങക്കായ കിട്ടി. അപ്പോൾ മുരിങ്ങക്കായൊക്കെ ഇട്ടുള്ള ഒരു സാമ്പാറായിരുന്നു. അത് ഭയങ്കര ഇഷ്ടം എനിക്ക്, തേങ്ങ വറുത്തരച്ച സാമ്പാർ. ഉച്ചക്കാലത്തേക്ക് ചോറും കറിയൊന്നും ഉണ്ടാക്കണ്ട, കാരണം ചോറ് ഇരിപ്പുണ്ട്, പിന്നെ ചപ്പാത്തി ഇരിപ്പുണ്ട്. ഇനി ദോശ ഉണ്ടാക്കുമ്പോൾ അതും ബാക്കി ഉണ്ടാവും. പിന്നെന്താ പറയുക, സാമ്പാർ ഇരിപ്പുണ്ട്, ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ള എണ്ണം കൊണ്ട് ഉച്ചക്കാലത്തേക്ക് എനിക്ക് ടെൻഷനൊന്നുമില്ല. കടയിൽ ധൈര്യപൂർവ്വം പോകാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചെറിയൊരു കിച്ചൺ ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഇത്തിരി മറ്റ് ഐറ്റംസും ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ.
5 പോണില്ല. പിന്നെ ഇറങ്ങട്ടെ, പുറത്ത് നല്ല സൂപ്പർ വെയിലാണ്. പുറത്തേക്ക് നോക്കിയാൽ കാണാൻ നല്ല അടിപൊളി വെയിലാണ്. അപ്പോൾ പോകണ്ട അഞ്ചു, ബൈ ബൈ. ഈ വെള്ളം ബോട്ടിൽ എടുത്തില്ല, നല്ല വെയിലും ചൂടോ. അപ്പോൾ ദാഹിച്ച് എനിക്ക് കുടിക്കാൻ വെള്ളം. അപ്പം അങ്ങനെ ഞങ്ങളുടെ ടൗണിലത്തെ ആവശ്യം വലിയൊരു ഷോപ്പിലേക്ക് ഇനി വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അധികമൊക്കെ വാങ്ങിക്കുന്ന സമയത്തൊക്കെ കൂടുതൽ സെലക്ഷൻ കാര്യങ്ങൾക്കൊക്കെ ഈ ഷോപ്പിലേക്കാണ് വരാറ്. അപ്പോൾ ഇവിടുത്തെ ആ തിരക്കൊക്കെ കണ്ടില്ലേ നിങ്ങൾ? താഴത്തെ ഫ്ലോറിലായാലും മുകളിലത്തെ ഫ്ലോറിലായാലും ഒക്കെ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ സ്പേസ് ഇല്ലാത്തൊരവസ്ഥയാണ്. അത്രയും തിരക്കാ. താഴെയൊക്കെ എല്ലാം ഇങ്ങനെ സെക്ഷൻ തിരിച്ചാണ്. സാരി വേറെ സ്ഥലത്ത്, സ്യൂട്ട് വേറെ സ്ഥലത്ത്, ടോപ്പ് വേറെ സ്ഥലത്ത്, അങ്ങനെ എല്ലാം ജെൻസിന്റെ വേറെ, അങ്ങനെയൊക്കെ ആയിട്ടോ ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ നോക്കുന്നത് നമുക്ക് ട്രാവലിങ്ങിനൊക്കെ പറ്റി ജീൻസിന്റെ കൂടെ ഇടാവുന്ന ടോപ്പ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ടോപ്പൊക്കെ കണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം വന്നില്ല. അപ്പൊ അതുകൊണ്ട് ടോപ്പ് പിന്നെ നോക്കണ്ടെന്ന് വെച്ച് ഞാൻ പിന്നെ ചുരിദാർ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചുരിദാർ എടുത്ത് കാണിച്ചതെന്ന് എനിക്ക് കോട്ടൺ ചുരിദാറൊക്കെ കാണിക്കുന്ന ഒരു ടൈമാണ്. കാരണം ഞങ്ങൾക്കിവിടെ സമ്മർ സീസൺ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോട്ടൺ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോട്ടൻ്റെ ചുരിദാർ 1-2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടന് ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെക്ഷനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചേട്ടന് ഷർട്ടൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട ഷർട്ട് നോക്കി ചേട്ടനോടൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ജീൻസ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീൻസും ചേട്ടന് വേണം ട്രാവലിങ്ങിനൊക്കെ. അപ്പോൾ ജീൻസ് 1-2 അത് എടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ ഷോപ്പിൽ നിന്നുള്ള ആ ഒരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തീർത്തു. അപ്പൊ ഇനി വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി നോക്കാന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. ഞങ്ങളിപ്പോ ഒരു ഷോപ്പിൽ പോയി കുറച്ചൊക്കെ നോക്കി ഇഷ്ടമുള്ള 1-2 എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറെ എന്താ അവിടെ കാണുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പൊ അവിടെ ഉണ്ട് കേട്ടോ ഒരുവിധ സെലക്ഷനൊക്കെ. അപ്പൊ അവിടെയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. ടൗണിലേക്ക് 4 വീലറായിട്ട് വന്നാൽ പക്ഷേ ഈ വെയിലത്ത് 2 വീലറും കൊണ്ട് വരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണ കാര്യം ഒന്ന് സെറ്റപ്പ് ആക്കണം. നമുക്ക് പോകേണ്ട കട ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമുക്ക് വാങ്ങേണ്ടത്. ഇവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡ്രസ്സ് ഷോപ്പിംഗ് ചെറുതായിട്ടൊക്കെ ചെയ്തു. ഇനി നമ്മൾ ഡ്രസ്സിൻ്റെ മോളിൽ പോവാണ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ നമുക്ക് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങേണ്ടത് അതെല്ലാം വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഓൾ ഇൻ വൺ കിട്ടുന്ന ഷോപ്പാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകണം. അപ്പോൾ അങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ പോയി ഒന്ന് നോക്കാം വാങ്ങേണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ ആവശ്യം ഷോപ്പിംഗ് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകണം. അപ്പോൾ എനിക്കും ചേട്ടനും അഞ്ജുനൊക്കെ അങ്ങനെയൊക്കെ നോക്കി ഇപ്പോൾ വാങ്ങിച്ചേക്കണം കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ എൻ്റെ ചുരിദാറൊക്കെ ആണെങ്കിൽ ഒരു വല്ല ഓൾട്രേഷനൊക്കെ എനിക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വാങ്ങിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടിൽ കൊണ്ടുപോകാനൊക്കെ ഉള്ളത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് വാങ്ങിച്ചാലും കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടാണ് ആദ്യം ഞങ്ങളുടെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. ഭയങ്കര വെയിലും ചൂടാണ്, രക്ഷയില്ല. നല്ല ലേറ്റായി. അഞ്ജലി ശരിക്കും വന്നപ്പോൾ വിശക്കുന്നുണ്ടാവും, ചോറുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിൽ ചെന്ന്, ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്, വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ സമാധാനത്തിന് നിങ്ങളെ വാങ്ങിയ ഐറ്റംസ് അൺബോക്സിങ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഓൾറെഡി 3 മണിയായി. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയ ടൈമിലാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ വാങ്ങിയ ഐറ്റംസ് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല, കുറച്ചൊക്കെ വാങ്ങിക്കാനും നേരം കിട്ടിയുള്ളൂ. അപ്പോൾ വാങ്ങിയ ഐറ്റം ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് എനിക്ക് വാങ്ങിച്ചിരിക്കുന്ന
ഒരു കോട്ടൻ്റെ ചുരിദാർ, സിംപ്ലി ഡെയിലി വെയറിനായിട്ട് നോർമൽ വെയറിനായിട്ട് വാങ്ങിച്ചിരിക്കുന്ന കോട്ടൺ ചുരിദാർ. അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ആട്ടത്. അപ്പോൾ അതിൻ്റെ പാൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഷോളും ഉണ്ട്. ടോപ്പ് വരുന്നത് ഇങ്ങനെയാട്ടോ, നല്ല പ്യുവർ കോട്ടൺ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 740 ഇതിൻ്റെ റേറ്റ്. നോർമൽ വെയർ ഇതാ ബാക്കിൽ ഇങ്ങനെ ഓവറോൾ ഈ ഡിസൈൻ ഉണ്ട് കേട്ടോ, പ്രിന്റ് ഉണ്ട്. പിന്നെ ഏറ്റവും അടിയിൽ ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ചേട്ടന് നല്ല ഇഷ്ടമായി. ചേട്ടൻ വന്ന് ഈ കളർ എടുത്തോളാൻ, എനിക്കില്ലാത്ത കളറാണ്. അപ്പം അങ്ങനെ ഇവിടെ കുറച്ച് ഇങ്ങനെ ഗ്രീൻ കളർ വേറെ ഒരു ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു ടോപ്പ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോള്, ഇതിൻ്റെ മാച്ചിങ് കോൺട്രാസ്റ്റ് കളറായിട്ട് വരുന്ന ഷോള്. പാൻറ് ഇതാ സെയിം ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ട് സെയിം കളറ്. ഷോള് മാത്രമാണ് കോൺട്രാസ്റ്റ് കളർ കൊടുത്തേക്കണം. അപ്പോൾ ഇതാണ് ഒരൈറ്റം വാങ്ങിയത്. അപ്പോൾ ഇങ്ങനത്തെ ചുരിദാർ കാര്യങ്ങളൊക്കെ, ടോപ്പ് ചുരിദാറൊക്കെ ഇപ്പോൾ വാങ്ങിക്കണമെങ്കിൽ എനിക്ക് അത് ഓൾട്ടർ ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടി. പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഓടിപ്പോയി വാങ്ങിക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറ്റിയേക്കുന്നത്. പിന്നെ എനിക്കതൊന്നും ഓൾട്ടർ ചെയ്യാനോ അതിനൊന്നും ടൈമില്ല. ഷോപ്പിൽ കൊടുത്താലും ചിലപ്പോൾ അന്ന് തന്നെയൊന്നും കിട്ടില്ല. അപ്പോൾ ഇടുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ സൈസിനൊന്നും അനുസരിച്ചായിരിക്കില്ല ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം നേരത്തെ വാങ്ങാം. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വേറെ ഒരെണ്ണം കൂടെ എടുത്തു. കാരണം അത് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് കണ്ടപ്പോൾ. ഈ റേറ്റിന് ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ്, 740 740 രൂപ തന്നെയാണ് ഇതിൻ്റെ. ഇതായാലും ഇത് ബ്ലൂ കളർ കേട്ടോ, ബ്ലൂ ഷോള്. ബ്ലൂ കളറെന്നല്ല, ബ്ലൂ ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് വരുന്നത്. ബ്ലൂ കളറിലെ ഷോള്, പിന്നെ മെറൂൺ കളറിലെ ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് തന്നെ വരുന്ന പാൻറ്. പിന്നെ ഇത് ചുരിദാർ. ഇത് നല്ല പ്യുവർ കോട്ടൺ, സെയിം വർക്ക് തന്നെയാണ് ഇന്ന്. സെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. പിന്നെ അടിയിൽ ഇതാ അങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ബാക്ക് സൈഡൊക്കെ സെയിം ഫുൾ പ്രിന്റ്. ഇത് ഞങ്ങൾക്കിനി ഇവിടെ നല്ല സമ്മറാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമ്മർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ചൂടായിരിക്കും. അപ്പം അങ്ങനത്തെ സമയത്ത് ഇങ്ങനത്തെ നല്ല കോട്ടൺ തുണിയുടെ നമുക്ക് ഇടാനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോട്ടൻ്റെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയത്. ഇത് ചേട്ടന് വാങ്ങിച്ചിരിക്കുന്ന ഒരു ഷർട്ടാണ്. ചേട്ടന് ഇതാ ഇങ്ങനെ ഒരു പ്രിന്റഡ് ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് 1049 രൂപ. നല്ല കോട്ടൺ ആണ്. ഇതായാലും നല്ല കോട്ടൺ ഷർട്ട് നോക്കി വാങ്ങിച്ചിരിക്കുന്നതാണ്. ഞാനിത് ഓപ്പൺ ആക്കണില്ല, ഇനി ഇത് ഫുൾ ഓപ്പൺ ആക്കി എനിക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ ടൈം കൊടുക്കും. ഇത് ചേട്ടന് വാങ്ങിച്ചേക്കുന്ന ഐറ്റം ഒരു പാക്കറ്റ് കാര്യമായി. ഇത് ചേട്ടന് വാങ്ങിച്ചിരിക്കുന്ന ഒരു പാൻറ്, ബ്ലാക്ക് കളറിലെ ബ്ലാക്ക് ജീൻസ്. ഇതിന്റെ റേറ്റ് 1399 രൂപ. പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ഷോപ്പിംഗ്. അല്ലെ പിന്നെ വല്ല ബർത്ത്ഡേ അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനത്തെയൊക്കെ ടൈമിലൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ എടുക്കുന്നത്. ഇനി എടുത്തത് ഇത് ആർക്കൊന്നും ഇല്ല, അഞ്ജുവിന് ഇഷ്ടപ്പെട്ട. അഞ്ജുവിന് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇത് അഞ്ജുവിന് ഇഷ്ടമാണെങ്കിൽ അഞ്ജുവിടും, അല്ലെങ്കിൽ ഞാനിടും. അങ്ങനെ മാറ്റി മറിച്ചിടാനായിട്ട് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ട്രാവലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടീഷർട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ്. ഒത്തിരി വലിയ റേറ്റിൻ്റെ ഒന്നും അല്ല കേട്ടോ, ചെറിയ റേറ്റ് ഉള്ളൂ. 249 ഒരു ബ്ലാക്ക് ടീഷർട്ട്. ബ്ലാക്ക് ഇത് വീട്ടിലും പുറത്തേക്കൊക്കെ ഇടാനൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ ഇതേ വേറെ ഒരെണ്ണം അഞ്ജുനെയും എന്നെയും ഉദ്ദേശിച്ച് വാങ്ങിച്ചതാണ്. ഇതായാലും 200 റുപ്പീസ് ഉള്ളൂ. നല്ല ടീഷർട്ട് അല്ല, 200 റുപ്പീസിന്. ബാക്ക് പ്ലെയിൻ ആയിട്ടുണ്ട്. ഇതും നല്ല കോട്ടൺ ഡ്രസ്സ്. ഇത് ചേട്ടന് വാങ്ങിച്ചിരിക്കുന്ന ഒരു ജീൻസ് ആട്ടോ, ബ്ലൂ കളറില്. ഇതിന്റെ റേറ്റ് വരുന്നത് 500 രൂപ, 500 റുപ്പീസിന് ഒരു ജീൻസ്. ഇത് ഇതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ടീഷർട്ട്. അപ്പൊ ഞാൻ ഓർത്തു ഇതിലേതെങ്കിലും 2 ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട്, അഞ്ജുവിന് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അഞ്ജുവിന് കൊടുക്കാം, പറഞ്ഞാൽ എനിക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് 300 റുപ്പീസ്. കോട്ടൺ ആണ്, നല്ല കോട്ടൺ. പിന്നെ ഇത് ചേട്ടന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഒരു ടീഷർട്ട്. ഇങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു കളറ്, നല്ല ടീഷർട്ട്. ഇതും അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഉള്ളതല്ല കേട്ടോ. ഇതിന്റെ റേറ്റും 300 റുപ്പീസ് ഓൺലി. ഇതും ചേട്ടന് വാങ്ങിച്ചിരിക്കുന്നതാണ്. ചേട്ടൻ്റെ ഒരു വിധം ഷോപ്പിംഗ് ഒക്കെ ചേട്ടൻ ഇന്ന് തന്നെ തീർത്തു. എന്നൊന്നും ചേട്ടന് വാങ്ങിക്കാൻ പോകാൻ നേരില്ല എന്നും പറഞ്ഞ് ഇന്ന് വാങ്ങിയിട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 റുപ്പീസ്. ഇതിങ്ങനെ കോളറുള്ള ടീഷർട്ട് കേട്ടോ. ഇനി ഞങ്ങൾ കേരളത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ചെന്നിട്ടായാലും ഒക്കെ ട്രാവലിങ്ങിൻ്റെയൊക്കെ സമയത്ത് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടീഷർട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ വാങ്ങിക്കുന്നത്. പിന്നെ ഫൈനലി ഒരു ടീഷർട്ട് കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു നേവി ബ്ലൂ കളറാണ്. അഞ്ജു അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ച് വാങ്ങിച്ചിരിക്കുന്നതാണ് ഇത്. അവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം സൈസ് തന്നെയാണ്. അപ്പോൾ പിന്നെ വലിയ മാറ്റാൻ, ഇതായാലും റേറ്റ് കുറവാട്ടോ.
200 റുപ്പീസാണ്. നമ്മളങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. പിന്നെ കിച്ചണിലേക്കുള്ള ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ച് വന്നപ്പോൾ തന്നെ അത് പിന്നെ അൺബോക്സ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ട്രാവലിങ്ങിന് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ടോപ്പ് നോക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കിയായിരുന്നു ചെന്നപ്പോൾ തന്നെ. പക്ഷെ എനിക്ക് അതിനകത്തൊന്നും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടില്ല. എൻ്റെ സ്വഭാവം വെച്ച് എനിക്ക് ഷോപ്പിൽ നിന്ന് അങ്ങനെ ഇഷ്ടപ്പെടാണ്ട് ഞാൻ എടുക്കില്ല. അഥവാ എനിക്ക് ഇഷ്ടപ്പെടാത്ത വല്ലത് എൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ഞാനത് ഇടയില്ല. അതിവിടെ അലമാരിയിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ ശരിക്കും എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാനത് വാങ്ങിക്കുള്ളൂ. അങ്ങനെയാണ് എൻ്റെ നേച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെടാത്തത് അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കാറില്ല. അപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് പോരും. അങ്ങനെ ചെയ്യാറ്. പിന്നെ നമ്മൾ 2-3 ഷോപ്പിലൊക്കെ കയറിയിരിക്കുകയാണ് നമുക്ക് ഇത്രയും തന്നെ പർച്ചേസ് ചെയ്തത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇനി എപ്പോഴെങ്കിലും ഒക്കെ വരും ദിവസങ്ങളിലൊക്കെ ഇനി വാങ്ങിക്കാനൊക്കെ. അഞ്ജുനൊക്കെ പിന്നെ ബർത്ത്ഡേയുടെ സമയത്ത് അഞ്ജുന് ഞങ്ങൾ ടോപ്പുകൾ 2-3 വാങ്ങി കൊടുത്തായിരുന്നു. പിന്നെ കുറച്ച് നിങ്ങൾ കണ്ടല്ലോ ഗിഫ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ടീഷർട്ടുകളായിരുന്നു പിന്നെ വേണ്ടത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അഞ്ജുൻ്റെ ഒരു ഷോപ്പിംഗ് അടുത്ത് കഴിഞ്ഞു എന്ന് പറയാം, തീർന്നു എന്ന് പറയാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോണ സമയമൊക്കെ ആകുമ്പോഴേക്കും വാങ്ങിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ കമൻറ്റ് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡ് മതി ഒരു കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ എന്ത് കമൻ്റ് ആണെങ്കിലും അതൊന്നും മാർക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കമൻറ്റൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.